ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമ്മുടെ ആന്തരിക പ്രകൃതിയെ പരിവർത്തനം വരുത്തിയാൽ മാത്രം കിട്ടുന്ന വിജയമാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിവർത്തനം വരുത്താൻ, മാറ്റം വരുത്താൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആരൊക്കെ എന്തുപദേശിച്ചാലും നിങ്ങൾ തീരുമാനിക്കുക. അമ്മാവ തല്ലണ്ട, ഞാൻ നന്നാവില്ല, എന്നെ നന്നാക്കാൻ നോക്കണ്ട എന്നങ്ങോട്ട് വാശി പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും നന്നാവാൻ പറ്റില്ല. ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. പലരും തെറ്റായ മതബോധം പഠിച്ച് ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടായിട്ടും സയൻസ് വ്യാപിച്ചിട്ടും ആകാശത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്നൊക്കെ അങ്ങോട്ട് ബ്ലൈൻഡ്ലി വിശ്വസിച്ച് ആ സ്വർഗരാജ്യത്തിലിങ്ങനെ മദ്യപ്പുഴകളും സ്ത്രീകൾ ഡാൻസ് കളിക്കാനും അങ്ങനെ ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ സ്ഥലമായ സ്വർഗത്തിലെത്താനുള്ള വെമ്പൽ കൊണ്ട് ശരീരം മുഴുവൻ ബോംബ് കെട്ടി പൊട്ടിത്തെറിച്ച് മരിക്കാൻ മടി കാണാത്ത, ചാവേറുകളാവാൻ മടി കാണാത്ത വിദ്യാഭ്യാസ സമ്പന്നരുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സിറിയയിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ മരിക്കുന്ന പല ചാവേറുകളും ഹൈലി എഡ്യൂക്കേറ്റഡാണ്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യണു തീവ്രവാദത്തിൻ്റെ പേരിൽ, എൻജിനീയർമാരെ അറസ്റ്റ് ചെയ്യണു, വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ. ഇവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ തലയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചുപോയി ആകാശത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്ന്. എന്നാലും അതൊരു യുക്തിയൊന്ന് ചിന്തിക്കണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ശരീരം അവിടേക്കില്ല, കാരണം അതിവിടെ മണ്ണാവും. പിന്നെ അബോധാവസ്ഥയുള്ളൊരു മനസ്സ് ആ സ്വർഗത്തിലെത്തിയിട്ട് അതിന് ബോധം വരണമെങ്കിൽ ശരീരം വേണം, ശരീരം ഉണ്ടാവണമെങ്കിൽ ഒരു അച്ഛനമ്മമാർ വേണം. ഇതൊന്നും ഇല്ലാതെ അവർക്ക് അങ്ങോട്ട് ശരീരം, ഇനി ശരീരം അവിടെ കിട്ടിയാൽ പോലും അങ്ങനെയൊന്ന് വിചാരിക്കുക. നമ്മൾ ശരീരം ദൈവം അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ശരീരത്തിനും പ്രകൃതിയുടെ മാറ്റങ്ങളുണ്ടാവില്ലേ? സ്വർഗത്തിൽ മാത്രം എന്നും ഒരേ രീതിയിൽ അങ്ങനെ നിൽക്കുന്ന പറയണത്. അപ്പോൾ പിന്നെ അവിടെയും ഇവിടെയും തമ്മിൽ എന്ത് വ്യത്യാസം? കാരണം കള്ള അവിടെയുണ്ട്, കള്ള് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാനുള്ള DJ പാർട്ടികൾ നിങ്ങൾ കണ്ടില്ലേ? വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പാർട്ടി സംഘടിപ്പിച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും കൂത്താടി അങ്ങനെ ഡാൻസ് കളിക്കണം. അപ്പോൾ ഇത് അവിടെയുള്ളത് തന്നെയാണ് ഇവിടെയുള്ളത്. അല്ലല്ല, അവിടെ ദൈവം തരുന്നതാണ്. ഇങ്ങനെ അന്ധമായി വിശ്വസിച്ചാൽ എന്താവും? അപ്പം അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യനെ സംബന്ധിച്ച് യുക്തിനിഷ്ഠമായി അവനവൻ ജീവിതത്തെ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ അന്ധത തലയിൽ കയറിയ ആളുകൾ അവർക്ക് പ്രശ്നം ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ പല ധാരണകളുണ്ടാവും. പണം കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാലാണ് ജീവിതം. പക്ഷെ ഇവൻ അറിയുന്നില്ല, ഇവൻ്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാണെങ്കിൽ ഇവനൊരു സുഖവും കിട്ടാൻ പോകുന്നില്ല. കാരണം സുഖം മനസ്സിലൂടെയാണ് പകരേണ്ടത്. ഇവൻ എന്ത് തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും ഈ ഭൂമിയിൽ ഒരു വസ്തുവിനും അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. കാരണം മനസ്സെന്ന് പറയുന്നത് ചഞ്ചലമാണ്. അങ്ങനെയുള്ളൊരു മനസ്സിനെ ആർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും? ഇന്ദ്രിയങ്ങളാണോ തൃപ്തിപ്പെടുന്നത്? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ച തന്നെ നിങ്ങൾ കാണണം, പക്ഷേ മനസ്സിൽ വലിയൊരു വിഷമം സംഭവിച്ചു, ആരോ നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ട കാഴ്ച പോലും നരകമാണ്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം, നിങ്ങളിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണം, പക്ഷെ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചു. നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന വാക്ക് നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭക്ഷണമാണോ സുഖം തരും? അപ്പോൾ മനസ്സ് വേദനിച്ചാൽ, മനസ്സ് വിഷമിച്ചാൽ, മനസ്സ് തളർന്നാൽ എന്ത് ബാഹ്യമായിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? പക്ഷെ എന്നിട്ട് മനുഷ്യൻ നെട്ടോട്ടോടുന്ന ബാഹ്യ കാര്യത്തിനാണ്. നിങ്ങൾ കണ്ടിട്ടോ, ഭാര്യയും ഭർത്താവും കൂടെ ബീച്ചിലേക്ക് പോകണു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സായം സന്ധ്യയിൽ അങ്ങനെ കാറ്റും കൊണ്ട് മനസ്സിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടും ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി എന്തോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ചീത്തയും പറഞ്ഞ്
ഭർത്താവാണെങ്കിൽ കുറച്ച് കൂടുതൽ പറഞ്ഞു, തറവാടിനെ അച്ഛനെ അമ്മയൊക്കെ കയറി പറഞ്ഞു. അതോടുകൂടി പെൺകുട്ടിക്ക് അതിലേറെ വെറുപ്പായി. പിന്നെ അവർ ബീച്ചിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? ഭാര്യ വേറൊരു മൂലയിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് മുഴുവനോ ഈ വിഷമങ്ങളും വേദനകളും. അപ്പോൾ ബീച്ച് എന്ത് സുഖം കൊടുത്തു. അപ്പം ഇങ്ങനെ മനസ്സ് അറിയാതെ, മനസ്സിനെ മനസ്സിലാക്കാതെ നമ്മൾ ഈ ലോകത്തിൽ എന്ത് സുഖം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ സമ്പന്നരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ. നിങ്ങൾ കേട്ട് കാണാം, ന്യൂയോർക്ക് എന്ന സിറ്റിയൊക്കെ, മാൻഹാട്ടൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ ലോകമാണത്. ഈ കോവിഡ് കാലത്താണത്രേ ഈ മാൻഹാട്ടനിൽ ഒരു രാത്രി ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ രാവും പകലുമില്ലാത്ത രാജ്യമാണ് അമേരിക്കയിലെ മാൻഹാട്ടൻ. 24 hours. എനിക്കത്ര പരിചയമൊന്നുമില്ലെങ്കിലും 24 മണിക്കൂറും ജനങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സിറ്റി, ഉറങ്ങാത്ത സിറ്റി എന്നാണ് എനിക്ക് വിളിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളുടെ രാജ്യമാണത്. എന്തേ? അവർക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടാണ്. സ്നേഹമില്ല മനസ്സിൽ, മനസ്സിനൊരു സന്തോഷമില്ല. എന്ത് കിട്ടിയിട്ടും മനസ്സിനെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് മനസ്സിനെ വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ പറ്റുള്ളൂ എന്ന ഭാരതീയ ഋഷിവര്യന്മാരുടെ കാഴ്ചപ്പാട് ഇന്ന് ലോകം പതുക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. ആ മനസ്സിനെ വികസിപ്പിക്കാനുള്ള വിദ്യയാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. മനസ്സെന്ന് പറയുന്ന ശക്തിവിശേഷം, അതിനെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ അവഗണിച്ചാൽ, നിങ്ങളെത്ര വിദ്യാഭ്യാസം നേടിയാലും, ഞാൻ അമേരിക്കൻ കഥകളൊന്നും പറയണ്ട, ഇവിടെ തന്നെ പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന മണ്ണാണ് നമ്മുടെ നാട്. അപ്പം അതുകൊണ്ട് മനസ്സിനെ നമുക്ക് പരിവർത്തനം വരുത്തണം. അപ്പം അതിന് അർജുനനൊരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഗീതയിൽ 3:36. ആ ശ്ലോകം ഒന്നുകൂടി കണ്ടിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അർജുന ഉവാച അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. കൃഷ്ണ, എനിക്കെൻ്റെ മനസ്സിനെ തളർത്തണം എന്നൊട്ടും ആഗ്രഹമില്ല. എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ട് പെരുമാറണം, അത് അസ്വസ്ഥമാകണം, ദുർബലമാകണം എന്ന ആഗ്രഹമില്ല. പക്ഷേ സാഹചര്യങ്ങൾ എൻ്റെ മനസ്സിനെ താളം തെറ്റിക്കുന്നു. പക്ഷേ എനിക്കറിയാം, സാഹചര്യം അതിൻ്റെ ഒരു പ്രേരക ഘടകം മാത്രമാണ്. വാസ്തവത്തിൽ എന്താണ് മനസ്സ് തളരാനായിട്ട് കാരണമാകുന്നത്? ഈ മനസ്സ് തളരാതിരിക്കണമെങ്കിൽ നമ്മളതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പം അതുകൊണ്ട് എനിക്ക് കൃഷ്ണ പറഞ്ഞു തരണം, കേന പ്രയുക്ത, ആരാൽ പ്രേരിതമായി മനസ്സ് ദുർബലമാകുന്നു, തളരുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്നു, അതിന് എന്താണ് കാരണം എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. അതിന് കൃഷ്ണൻ നൽകുന്ന ഉത്തരമാണ് നമുക്ക് കാണേണ്ടത്. ശ്രീ ഭഗവാനുവാച, 37ാമത് ശ്ലോകം. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ എന്ന അർത്ഥം, ഇവിടെ ശബ്ദത്തിനർത്ഥം ജീവിതത്തെ അറിയുന്ന ഗുരു എന്നർത്ഥം. ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കിയ ഗുരുവാണിവിടെ ഭഗവാൻ. അല്ലാതെ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന വിഗ്രഹത്തെ അല്ല, ഗുരുത്വത്തെയാണ്, ഗുരുവിനെയാണ്, അറിവിനെയാണ്. ജീവിതത്തെ മനസ്സിലാക്കിയ ഗുരു കൃഷ്ണൻ വാസ്തവത്തിൽ ഗുരു തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വ്യാസഭഗവാൻ എഴുതി വെച്ചത്, വസുദേവ സുധം ദേവം കംസ ചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭഗവാൻ ഗുരു തന്നെയാണ്. ഭാഗവതത്തിലുമുണ്ട്. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചാണെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 7ാം സ്കന്ധം 15ാം അധ്യായം 76ാമത്തെ ശ്ലോകത്തിൽ കാണാം. അവിടെ ധർമ്മപുത്രരോട് നാരദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സവാ അയം ബ്രഹ്മമഹദ്വൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഖദ്വാ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച.
ഹേ ധർമ്മപുത്ര, പാണ്ഡവരെയും കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങളിപ്പോൾ കൃഷ്ണനെ കാണുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്, പ്രിയ സുഹൃത്ത്, കൃഷ്ണനെ ഒരു സുഹൃത്തിനെ പോലെ കാണുന്നു. മാതുലേയൻ പാണ്ഡവന്മാരുടെ അമ്മയുടെ സഹോദരനാണ് വസുദേവൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ മാതുലേയൻ പമാവൻ്റെ പുത്രനാണ്. അങ്ങനെ സുഹൃത്തായിട്ടും സ്വന്തക്കാരനായിട്ടും ബന്ധുവായിട്ടും അങ്ങനെയൊക്കെ കണ്ട് നിങ്ങൾ കൃഷ്ണനിൽ നിന്നും വേണ്ട ജ്ഞാനം വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു കനത്ത നഷ്ടമായിരിക്കും. കാരണം ഈ കൃഷ്ണൻ മറ്റാരുമല്ല, അത്ര അറിവിൻ്റെ ഒരു നമ്മൾ പറയും എംപോഡിമെൻ്റ് ഓഫ് നോളജ്, അറിവിൻ്റെ സർവകലാശാലയാണ്. ജീവിതം പരിവർത്തനം വരുത്താൻ അറിയുന്ന സകല അറിവുകളും അറിയുന്ന മഹാഗുരുവാണ്. അതുകൊണ്ട് കൃഷ്ണനെ നിങ്ങൾ കാണേണ്ടത് ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച, ഒരു ഗുരുവായി കൃഷ്ണനെ കണ്ടാലും. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണം, ഗുരുവായി കൃഷ്ണനെ കണ്ടാലും. വ്യാസഭഗവാൻ പറയണത് വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണനെ ഗുരുവായി കാണും. അപ്പം അങ്ങനെ കൃഷ്ണനെ ഗുരുവായി അർജുനൻ കണ്ടതുകൊണ്ടാണല്ലോ ഈ ചോദ്യം. 2-ാം അധ്യായത്തിൽ അർജുനൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛ്വാമിത്വാം ധർമ്മസമൂഢചേത യശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വം പ്രപന്നം. ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണൻ ഗുരുവാണ്. അപ്പം അർജുനൻ കൃഷ്ണനെ കാണുന്നത് ഒരു ഗുരുതുല്യനായിട്ടാണ്. അപ്പം ആ ഗുരുവിനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, എങ്ങനെയാണ് എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നത്? ഞാൻ തളരരുതെന്ന് ആഗ്രഹിച്ചിട്ട് പോലും. കൃഷ്ണൻ തരുന്ന ഉത്തരം എന്താ നോക്കാം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. ഒന്നുകൂടി നോക്കാം ശ്ലോകം. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. കാമയേഷ ക്രോധയേഷ, കാമ ക്രോധ ഇവരാണ് മഹാശനോ മഹാപാത്മാ, ഇവരാണ് പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ പാപാത്മാക്കൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാപമായി തീരുന്നതിന്, പാപം ഉണ്ടാവുന്നതിന് കാരണം, മനസ്സ് ദുർബലമാവുന്നതിന് കാരണം കാമക്രോധ. മറക്കരുത്, കാമക്രോധ. കാമം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ഈ മലയാളത്തിലൂടെ സംസ്കൃതം നോക്കിയാൽ അപകടമാണ്. കാരണം കാമം എന്ന മനസ്സ്, കാമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു ചീത്ത ഒരു ആകർഷണത്തെയാണ് കാമം എന്ന് പറയുക. ഒരു തരം ലസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെയുള്ള ഒരു തരം സെക്ഷൽ പെർവേഷനെയാണ് കാമെന്ന് പൊതുവേ പറയുക. പക്ഷെ ഇവിടെ ആ സെക്സും സ്ത്രീയോട് തോന്നുന്ന ഒരു ആകർഷണത്തെ അല്ല കൃഷ്ണൻ കാമം. സംസ്കൃതത്തിൽ ഞാൻ പറഞ്ഞു, കാമം എന്ന വാക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സന്ദർഭോചിതമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തണം. നമുക്ക് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. സംസ്കൃതത്തിന് ഓരോ സന്ദർഭങ്ങളിലും ഓരോ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇപ്പം കാമം എന്നതിന് ഒരു സ്ത്രീയോടുള്ള ആകർഷണം എന്നുള്ള അർത്ഥമുണ്ട്, സംസ്കൃതത്തിൽ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഇവിടെയുള്ളൊരർത്ഥം അതല്ല. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് തോന്നുന്ന അഭിനിവേശത്തെയല്ല, ഒരു തരം കാമാസക്തിയല്ല. പിന്നെ ഇവിടെ എന്താണ് അർത്ഥം? കാമം എന്ന വാക്കിനർത്ഥം ഇവിടെ അവനവനിലുള്ള ആലസ്യത്തോടും അവനവൻ്റെ ദുരഭിമാനത്തോടുമുള്ള ആസക്തി. ചുരുക്കി പറഞ്ഞാൽ അവനവൻ്റെ ആലസ്യവും ദുരഭിമാനവുമാണ് ഇവിടുത്തെ കാമം. കാമം എന്നതിന് ആകർഷണം, ആസക്തി എന്നൊക്കെയാണ്.
ഒരു അട്രാക്ഷനെയാണ് കാമെന്ന് പറയും. ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള ആലസ്യത്തോട്, ഇവിടെ ആലസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് നിങ്ങൾ ഒരു ഉറക്കം തൂങ്ങികളാണെന്ന്, അങ്ങനെയല്ല. ആലസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ നിസ്സാരമായി കാണുക, അതാണ് ആലസ്യം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എനിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം. 2, ദുരഭിമാനം. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ നമ്മുടെ വില പോകുമോ, നമ്മളെ മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടുമോ, മറ്റുള്ളവർ നമ്മളെ വളരെ മോശക്കാരായി കാണുമോ എന്നൊക്കെയുള്ള ഒരുപാട് അപകർഷതാബോധത്തിൻ്റെ ദുരഭിമാനം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ദുരഭിമാനം. അതുകൊണ്ടാണ് പല അച്ഛനമ്മമാർക്കും കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അവരുടെ പ്രേമം അച്ഛനമ്മമാരറിയില്ല. ഈ ലവ് ജിഹാദിലൊക്കെ പെട്ടുപോയ പെൺകുട്ടികൾ ലവ് ജിഹാദിലേക്ക് പോകുന്നത് പോലും അച്ഛനമ്മമാർ അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഈ അച്ഛനമ്മമാർ കോടതിയിൽ വെച്ച് ഞെട്ടിപ്പോകുന്നത്. അതുവരെ ഓരോ അമ്മയുടെയും കോൺഫിഡൻസ് എന്താണെന്നറിയോ? എൻ്റെ മകൾ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല, എൻ്റെ മകൾ ഞങ്ങളെ ധിക്കരിക്കില്ല, കാരണം അവൾക്ക് അച്ഛനെ അത്ര കാര്യമാണ്, എന്നെ അത്ര കാര്യമാണ്. ഓരോ അച്ഛന്മാർ ആ മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ TV ചാനലിലൊക്കെ ചില പെൺകുട്ടികളെ അമ്മമാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആ മകൾ എന്തൊരു തങ്കം പൊന്ന അമ്മയാണ്, അമ്മയായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. പക്ഷേ ആ മക്കൾ കോടതിയിലെത്തിയിട്ട് പറഞ്ഞത് എനിക്ക് ഈ വർഗത്തിനോടൊന്നും താല്പര്യമില്ല. കാരണം അവരെ മതപഠനത്തിലൂടെ അടിച്ചുറപ്പിച്ചിരിക്കുന്നത് കാഫീറുകളാണ്, സാത്താന്മാരാണ്, ഇവരോടൊന്നും അധികം ഇടപാടുണ്ടാവാൻ പാടില്ല, ഇത്രയും വേഗം അവിടുന്ന് പോകണം, കാരണം സ്വർഗത്തിലെ ടിക്കറ്റ് ഒക്കെ അടിച്ചിരിക്കുകയാണ്, വിസ വരെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പൊട്ട മനസ്സുകൾ അതൊക്കെ വിശ്വസിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും കോടതി വരാന്തകളിൽ തള്ളിപ്പറയുമ്പോഴാണ് നെഞ്ചത്തടിച്ച് മോളെ നീ എന്നോടത് പറയൂ, മോളെ നീ ഇതെന്നോട് പറഞ്ഞോ. കാണാം, നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ കാണാം. അതുവരെ കരുതിയിരുന്നത് എൻ്റെ മകള് ഞാൻ പറഞ്ഞതിനപ്പുറം എവിടെ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നാം ഒരുതരം അന്ധമായ ധാരണകളിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് ആലസ്യം. കാണേണ്ടതിനെ കാണാതെ പോകുന്ന അറിവില്ലായ്മയുടെ ആലസ്യം, അശ്രദ്ധ എന്നാണ് ശരിക്കും പറയേണ്ടത്. ഒരുതരം അശ്രദ്ധ. കാരണം നമ്മൾ അത്ര ആലസ്യത്തിൽ ജീവിക്കുകയാണ്. ആലസ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തിലങ്ങനെ മുഴുകിയുള്ള ജീവിതം, ഒരു ധാരണയിൽ അങ്ങനെ ജീവിക്കണം. എവരിത്തിങ് ഈസ് ഓക്കെ, എവരിത്തിങ് ഈസ് പെർഫെക്റ്റ് എന്ന്. പക്ഷേ സംഗതികൾ പെർഫെക്റ്റ് അല്ല എന്നറിയുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. രണ്ടാമത് ഇതേ മനസ്സിൽ തന്നെയാണ് ദുരഭിമാനം. ഒന്നുകിൽ ഒന്നും വരില്ല എന്നുള്ള മുൻവിധി. കാരണം കാണുന്നതൊക്കെ അങ്ങനെ രസത്തിലും സന്തോഷത്തിലും പോകുമ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകുമെന്ന പ്രത്യാശ. രണ്ടാമത്തത് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അതായത് ദുരഭിമാനം. പൊട്ടിത്തെറിക്കല്ല, ദുരഭിമാനം. പ്രശ്നങ്ങളുണ്ടായാൽ പോലും അടക്കി വെക്കണം, ഉള്ളിൽ പിടിച്ചു വെക്കണം, ആരോടും പറയരുത്, നമ്മുടെ അഭിമാനം പോകും, നമ്മുടെ വില പോകും, നമ്മൾ ആരാന്ന് വെച്ചിരിക്കുന്നത്, അതൊക്കെ മനസ്സിലടക്കി വയ്ക്കുക. അപ്പം ഈ തരത്തിൽ നാം നമ്മുടെ ആലസ്യത്തോടും ദുരഭിമാനത്തോടും അശ്രദ്ധയോടും ദുരഭിമാനത്തോടും നാം ആസക്തരായാൽ, അതിന് വളം വെച്ച് കൊടുത്താൽ, അതിനെ വളർത്തിയെടുത്താൽ, അതിന് നമ്മൾ വളരാൻ അവസരം കൊടുത്താൽ ആ മനസ്സ് ദുർബലമാകും എന്നതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് കാണാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും അനവധി തവണ ആവർത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് രാമായണത്തിൽ ഈയൊരു സന്ദർഭം വരുന്നത്, ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപത്നി കൈകേയി തനിക്കെന്നും പ്രിയം ചെയ്യും, തനിക്ക് സന്തോഷമേ തരുള്ളൂ, തനിക്കൊരിക്കലും ദുഃഖം തരില്ല, തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, കാരണം തന്നോട് അത്ര ഇഷ്ടമാണ്, തന്നോട് അത്ര പ്രേമമാണ്. ഈ പ്രേമത്തിൻ്റെ പനിനീരിലങ്ങനെ കുളിച്ച് രസിക്കുകയായിരുന്നു ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തനിക്കൊരു പ്രശ്നം വന്നാൽ
അതെങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അതിൽ ശ്രദ്ധിച്ചതേയില്ല. കൈകേയിയുടെ മനസ്സിൽ അമൃത് വിളമ്പുന്ന അതേ കൈകളിൽ, അല്ലെങ്കിൽ അമൃതം ചൊരിയുന്ന അതേ നാക്കിൽ വിഷം, കൊടും കാളകൂട വിഷത്തിൻ്റെ ശക്തിയും ഇരിക്കുന്നുവെന്ന് ദശരഥൻ അറിഞ്ഞതേയില്ല. അതുകൊണ്ട് പിന്നീടൊരു സന്ദർഭത്തിൽ കൈകേയിയുടെ മനസ്സ് മന്ധരയുടെ സ്വാധീനം കൊണ്ട് കാളകൂട വിഷം പുറത്തേക്ക് ചാടിയപ്പോൾ ദശരഥനത് ഉൾക്കൊള്ളാൻ പറ്റാതെ തളർന്ന് വീഴുന്ന രംഗം രാമായണത്തിൽ എത്ര മനോഹരമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. രാക്ഷസിയെപ്പോലെ എൻ്റെ മുന്നിൽ നിന്ന് ഗർജിക്കുന്ന നീ മഹാപാപി, ആരും നിന്നെ കൊല്ലാനില്ലേ, ആരും നിന്നെ കൊണ്ടുപോകാനില്ലേ, മഹാദുഷ്ടേ, നീ എന്തൊക്കെയാണ് ദശരഥൻ വിളിച്ചു പറയുന്നത്. അതുവരെ കൈകേയിയെ പൊന്നോമന പോലെ കൊണ്ടു നടന്ന ദശരഥന് കണക്കുകൂട്ടൽ മുഴുവൻ പിഴയ്ക്കുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ അറിയേണ്ടത്. നമ്മളാരെയും സംശയത്തോടു കൂടി കാണണമെന്നല്ല പറയുന്നത്, പക്ഷെ നെവർ ടേക്ക് ദ ലൈഫ് ഫോർ ഗ്രാൻഡഡ്. നാളെ ഇന്നത്തെ പോലെയൊക്കെ നന്നായി പോകുമെന്ന് മുൻവിധിയിൽ കാണരുത്. കാരണം സമൂഹത്തിൽ എപ്പോഴും സ്വാർത്ഥ മനസ്സുകൾ ഉണ്ടെന്നും അവരുടെ ഉള്ളിൽ കുറേ വികൃത ചിന്തകളുണ്ടെന്നും അതെപ്പോൾ പുറത്തു വരും നമുക്കാർക്കും അറിയില്ല. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, തയ്യാറാക്കി വെക്കണം, പരിശീലിപ്പിച്ച് വെക്കണം. അതെന്ത് പരിശീലനമൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ ഒന്ന് നിങ്ങൾ അംഗീകരിക്കണം, ഇന്ന് അനുകൂലമായത് നാളെ അനുകൂലമാകുമെന്നതിന് ഉറപ്പില്ല. അതല്ലേ പണ്ടുള്ളവർ പറഞ്ഞത്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെക്കണമെന്ന്. കാരണം നാളെ ആപത്ത് വരുമോ നമുക്കറിയില്ല. ഇപ്പോൾ തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കയറെടുക്കേണ്ടി വരില്ല. സമ്പത്ത് കാലത്ത് അടിച്ച് പൊളിച്ച് ചെലവഴിച്ച് ദൂർത്തടിച്ച് ഒരു കുപ്പി കുടിക്കുന്നതിന് പകരം 5-6 കുപ്പി അങ്ങോട്ട് ആഞ്ഞ് വലിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കഷ്ടകാലം വരുമ്പോൾ ആരും ഉണ്ടാവുകയില്ല. പിന്നെ എല്ലാം ആശുപത്രികളിലേക്ക് കൊടുക്കാനായിട്ട് സമ്പാദിച്ചൊക്കെ കൊടുക്കുകയും വേണം. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് അനുകൂലമായത് നാളെ അനുകൂലമാവില്ല. ഞാൻ അതിനെ മറികടക്കാൻ പ്രാപ്തനാണോ? ഇന്ന് സുഖമായ ജീവിതം നാളെയും സുഖമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നരുത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു ഉദയത്തിനൊരു അസ്തമയമുണ്ട്, പകലിനൊരു രാത്രിയുണ്ട്. ഇതുപോലെ അനുകൂലതയ്ക്കൊരു പ്രതികൂലമുണ്ട്. ഒരു അട്രാക്ഷൻ, ഒരു റിവൾഷനുണ്ട്, ഒരു ഗോയിങ് ബാക്കുണ്ട്, ആക്ഷൻ റിയാക്ഷനുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കൂടെയുള്ളവർ എപ്പോഴും അനുകൂലമാവണം എന്നില്ല. അതാരാവട്ടെ, പ്രതികൂലവും സംഭവിക്കാം. അപ്പം അതുകൊണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ അലസനായി അതിൽ മുഴുകി ജീവിച്ചാൽ പ്രതികൂലമായ സാഹചര്യത്തിൽ തളർന്ന് തരിപ്പണമാവേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മളെ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്, സുഖമായ ജീവിതത്തിൽ സുഖമാവും നാളെയുമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നതാണ് ആലസ്യം. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആലസ്യമല്ല ഇവിടുത്തെ ആലസ്യം. നാളെയും ഇന്നത്തെ പോലെ ആകും എന്നൊരു ധാരണയുണ്ടല്ലോ, അത് പാടില്ല. ഇന്നത്തെ പോലെ ആവില്ല നാളെ. നമുക്ക് ജീവിതത്തിലും കാണണം, നാളെ അനുകൂലമാവണം എന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനെ തയ്യാറാക്കിയിട്ടുണ്ടോ? ചിലരിലെ മഴ പെയ്യും എന്ന ബോധ്യത്തോടുകൂടി കുടയെടുക്കുന്നത് രാത്രിയിൽ തിരിച്ചു വരാൻ വൈകുകയാണെങ്കിൽ ഒരു ടോർച്ചെടുത്ത് കയ്യിൽ വെക്കണം, ഇരുട്ടിൽ നടക്കാൻ അതേ ഉപകരിക്കുള്ളൂ. ഇതുപോലെ നാളെ എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരികയാണെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു ശക്തി ഞാൻ ആർജിച്ചെടുക്കേണ്ടതില്ലേ? അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. സുഖമുള്ള ജീവിതത്തിൽ സുഖത്തോടുകൂടി മുഴുകിയാൽ നാളെ തളരേണ്ടി വരും. ആദ്യം കാമം എന്ന് പറഞ്ഞാൽ
സുഖത്തിൽ മുഴുകി അലസനായി ജീവിക്കുന്ന അവസ്ഥ, അത് നാളത്തെ ദുഃഖമാണ്. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്താണ് ഈ മനസ്സ് തളരുന്നതിന് കാരണമെന്ന് കൃഷ്ണൻ പറയുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.